ഇന്ന് ഒക്ടോബർ 13 ലോക മുട്ട ദിനമാണ്. മുട്ടയ്ക്കും ഒരു ദിനമോ എന്ന് പറഞ്ഞ് അമ്പരപ്പെടുന്നവരാകും ഇപ്പോൾ നമ്മളിൽ പലരും. എന്നാൽ നമ്മൾ കരുതുന്ന അത്രയ്ക്ക് നിസ്സാരക്കാരനല്ല മുട്ട. ധാരാളം പോഷക ഗുണങ്ങളുള്ള ഭക്ഷണമാണ് മുട്ട. പോഷകങ്ങളുടെ കലവറയായതിനാൽ തന്നെ ഒരു മുട്ടയിൽ 13 സുപ്രധാന വിറ്റാമിനുകൾ, ഏകദേശം 7 ഗ്രാം ഉയർന്ന ഗുണമേന്മയുള്ള പ്രോട്ടീൻ, 5 ഗ്രാം നല്ല കൊഴുപ്പ്, കൂടാതെ ധാരാളം ധാതുക്കൾ, ഇരുമ്പ് തുടങ്ങി ഒന്നിലധികം മൈക്രോ ന്യൂട്രിയന്റുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ആരോഗ്യമുള്ള ഒരാൾക്ക് ദിവസവും കുറഞ്ഞത് ഒരു മുട്ട വീതം കഴിക്കാവുന്നതാണ്. നമുക്കറിയാം, ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻ തരുന്ന ഏറ്റവും മികച്ച ഭക്ഷണമാണ് മുട്ടയുടെ വെള്ള. മുട്ടയുടെ വെള്ളയിൽ ഫാറ്റ് കുറവാണ്. കൂടാതെ മുട്ടയുടെ വെള്ളയിൽ 6 ഗ്രാം പ്രോട്ടീൻ, 55 മില്ലിഗ്രാം സോഡിയം എന്നിവയും അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, വിറ്റാമിൻ ഡി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളിൽ ഒന്നാണ് മുട്ടയുടെ മഞ്ഞക്കരു. താരതമ്യേന കുറഞ്ഞ കലോറിയും ഗുണമേന്മയുള്ള പ്രോട്ടീന്റെ സമ്പന്നമായ ഉറവിടവുമായ മുട്ട ശരീരഭാരം നിയന്ത്രിക്കുവാൻ സഹായിക്കുന്ന ഏറ്റവും മികച്ച ഭക്ഷണങ്ങളിലൊന്ന് കൂടിയാണ്. അതിനാൽ തന്നെ ഒരു വ്യക്തി ആരോഗ്യകരമായ ജീവിതത്തിനായി പ്രതിവർഷം ഏറ്റവും ചുരുങ്ങിയത് 180 മുട്ടകളെങ്കിലും കഴിച്ചിരിക്കണമെന്നാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് നിർദ്ദേശിച്ചിരിക്കുന്നത്. കൂടാതെ കുട്ടികൾക്ക് വർഷത്തിൽ ചുരുങ്ങിയത് 90 മുട്ടകളെങ്കിലും ഉറപ്പാക്കണമെന്നും ICMR നിർദ്ദേശിക്കുന്നുണ്ട്. ഹൃദയത്തിന്റെയും തലച്ചോറിന്റെയും ആരോഗ്യം മുതൽ കണ്ണുകളെ സംരക്ഷിക്കുന്നതിന് വരെ മുട്ട വളരെ സഹായകമാണ്. വിറ്റാമിൻ എ, വിറ്റാമിൻ ഇ, സെലിനിയം എന്നിവയുൾപ്പെടെ നിരവധി വിറ്റാമിനുകളും ധാതുക്കളും മുട്ടയിൽ അടങ്ങിയിട്ടുള്ളതിനാൽ ഇവയെല്ലാം കണ്ണിന്റെ ആരോഗ്യം, റെറ്റിനയുടെ പ്രവർത്തനം എന്നിവയ്ക്കും പ്രായത്തിനനുസരിച്ച് ഡീജനറേറ്റീവ് കാഴ്ചയെ പ്രതിരോധിക്കുവാൻ സഹായിക്കുന്ന പ്രധാന ആന്റി ഓക്സിഡന്റുകളായും പ്രവർത്തിക്കുന്നുണ്ട്. രക്തത്തിലെ നല്ല കൊളസ്ട്രോൾ അഥവാ HDL ഉയർത്തുവാനും മുട്ട സഹായിക്കും. ഇങ്ങനെ നിരവധി ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് മുട്ട. എന്തായാലും ആരോഗ്യകരമായ ഭാവിക്ക് മുട്ട എന്നതാണ് ഈ വർഷത്തെ ലോക മുട്ട ദിനത്തിന്റെ പ്രമേയം.